അങ്ങനെ മൂന്നാം നാൾ മലയാള മനോരമ കളമശ്ശേരിയെ കൈവിട്ടിരിക്കുന്നു. അറിഞ്ഞോ അറിയാതെയോ കളമശ്ശേരി പോയിട്ട് വിദ്യാർത്ഥി യുവജന സമൂഹത്തിൽ നുഴഞ്ഞു കയറിയ കളകൾക്ക് പോലും മിണ്ടാട്ടമില്ല. കാരണമറിയാൻ കവടി നിരത്തേണ്ട. അതാണ് മലയാളത്തിന്റെ ആ ദുഷ്പ്രഭാതത്തിന്റെ കൺകെട്ട് വിദ്യ. 2 നാൾ ആഘോഷിച്ച കളമശ്ശേരി പോളിടെക്നിക് കോളേജിലെ കഞ്ചാവ് വേട്ടയുമായി ബന്ധപ്പെട്ട അപസർപ്പക കഥകൾ 3-ാം നാൾ വെറുതെ അങ്ങ് ആവിയായതല്ല. ഇനി കഥ മെനഞ്ഞാൽ ആസനത്തിൽ മുളച്ച നാണക്കേടിന്റെ ആ ആൽമരം, അല്ല വിഷമരം, പൊട്ടി വീണ് സ്വന്തം നടുവൊടിയുമെന്ന് വ്യക്തമായിരിക്കുന്നു. 3-ാം നാൾ ആ കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായിട്ടുണ്ട്. ആ വാർത്ത കൊച്ചി എഡിഷനിൽ കൊടുത്തോ എന്തോ, മറ്റിടങ്ങളിൽ തപ്പി നോക്കിയിട്ടൊന്നും കാണാനില്ല. എന്തിനേറെ 1-ാം പേജിൽ നിന്ന് പ്രധാന പേജുകളിൽ നിന്നും ആ കഞ്ചാവ് സ്റ്റോറിക്ക് ദയാവധം കിട്ടിയിരിക്കുന്നു. 3-ാം നാൾ അറസ്റ്റിലായത് മുഖ്യപ്രതിയാണ്. ആ പോളിയിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി, KSU അക്രമി സംഘത്തിലെ പ്രധാനി, കുട്ടികളിൽ നിന്ന് പണപ്പിരിവ് നടത്തിയ കക്ഷി, ലഹരി മരുന്നിന് പണം നൽകിയതും ഇതേയാൾ, KSU യൂണിറ്റ് സെക്രട്ടറി ആയിരുന്ന ഷാലിഖ്, പ്രവർത്തകൻ ആഷിഖ് എന്നിവർ ഇപ്പോൾ റിമാൻഡിലാണ്. ഇവർ നൽകിയ മൊഴി അനുസരിച്ചാണ് ഈ അറസ്റ്റ്. കണ്ണികളെല്ലാം എത്തുന്നത് KSU നേതൃത്വത്തിലേക്ക്. ഈ മാഫിയ കൂട്ടുകെട്ട് ജനം അറിയാതിരിക്കാനാണ് ആൾക്കൂട്ടത്തിന്റെ നടുവിൽ നിന്ന് കള്ളൻ കള്ളൻ എന്ന് വിളിച്ചുകൂവി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന കള്ളന്റെ തന്ത്രം പയറ്റിയത്. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തൊട്ട് KSU പ്രസിഡന്റ് വരെ SFIക്കെതിരെ ആക്രോശിച്ചത് മോഷ്ടാവിന്റെ ഈ മനഃശാസ്ത്രമാണ്. അതാണ് മാധ്യമങ്ങൾ എണ്ണയൊഴിച്ച് ആളിക്കത്തിച്ചത്. ഒടുവിലിതാ ഷോണകവും അണിഞ്ഞയ്യ ശിവശിവ എന്ന മട്ടിൽ ശരശയ്യയിൽ. മറ്റൊരു വിശേഷം കൂടി നോക്കൂ. എറണാകുളം മഹാരാജാസ് കോളേജിൽ മദ്യലഹരിയിൽ KSU നേതാക്കൾ അഴിഞ്ഞാടി. എറണാകുളം ജില്ലാ പ്രസിഡന്റും സംഘവും മലപ്പുറം ജില്ലാ സെക്രട്ടറിയാണ് മർദ്ദിച്ചത്. സംസ്ഥാന പ്രസിഡന്റ് ലഹരിക്കെതിരെ നടത്തിയ യാത്രക്കിടയിലാണ് ലഹരിയിൽ ആറാടിയതെന്ന് കാണണം. അത് മാത്രമോ, ഈ മഹാരാജാസിനെയാണ് SFI ഭീകരത ആരോപിച്ച് മാധ്യമങ്ങൾ നിരന്തരം അപമാനിക്കാൻ ശ്രമിച്ചതും ഇപ്പം ശ്രമിക്കുന്നതും. ഇതേ മഹാരാജാസിലെ ഈ അടിയെ വിധി വൈപരത്വം എന്നാണത്രേ പഴമക്കാർ പറയുക. അടികൊണ്ട മലപ്പുറം ജില്ലാ സെക്രട്ടറി ഈ കോളേജിലെ KSU യൂണിറ്റ് പ്രസിഡന്റ് ആയിരുന്നു എന്നും കൂടി അറിയുമ്പോൾ ചിത്രം പൂർണ്ണമാകും. ഈ സംഘമാണ് നെയ്യാർ ഡാമിലെ പഠന ക്യാമ്പിനിടയിൽ മദ്യപിച്ച് ഏറ്റുമുട്ടിയത്. ഇങ്ങനെ ഓരോന്നും നടക്കുമ്പോഴും വാർത്തകൾ മുക്കിയും ഇവരെ വെള്ളപൂശിയും താങ്ങി നിർത്തുന്നത് മാധ്യമങ്ങളാണ്. ഞങ്ങളുടെ കുട്ടികൾ എന്ന് പറഞ്ഞ് സംരക്ഷിക്കുന്നവർ കതർധാരികളായ നേതാക്കളാണ്. ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ തിരുത്തിക്കാനോ നേർവഴിക്ക് നയിക്കാനോ തയ്യാറാകാത്തവർ, നേർവഴിക്ക് വരാത്തവർക്കെതിരെ നടപടിയെടുക്കാത്തവർ, ഇവരാണ് നാടിൻ്റെ ശത്രുക്കൾ. ഇവരാണ് മയക്കുമരുന്ന് മാഫിയെ സംരക്ഷിക്കുന്നത്. ഇവരിൽ നിന്നുകൂടി ഈ നാടിനെ മോചിപ്പിച്ചാലേ നാടിനെ രക്ഷിക്കാനാകൂ.